കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ അവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസറനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല, അവനെ വെച്ച സ്ഥലം ഇതാ എന്ന് പറഞ്ഞു. പ്രിയ ദൈവവേദന, ഈ ഒരു യേശുക്രിസ്തുവിനെ ഒരു ഗുഡ് ഫ്രൈഡേയുടെ അന്ന് അവർ ക്രൂശിച്ചു, യേശു മരിച്ചു. അങ്ങനെ അവർ കല്ലറയ്ക്കൽ വെച്ച്, അങ്ങനെ കല്ലറയ്ക്കൽ വെച്ചതിന് ശേഷം 7-ാമത്തെ ദിവസം അത് ശബത്തായതുകൊണ്ട് അന്ന് ആരും ഒന്നും ചെയ്യാൻ പുറപ്പെടുകയില്ല. അങ്ങനെ ആ ശബത്ത് കഴിയുന്ന ആ ഒരു ദിവസം നോക്കി യേശുവിൻ്റെ കുറേ ശിഷ്യന്മാരവിടെ ഇരുന്നു. പക്ഷേ ആ ഒരു രാവിലെ, പിറ്റേന്ന് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം രാവിലെ കുറേ സ്ത്രീകൾ കൂടെ ചേർന്ന് കല്ലറയ്ക്കൽ ഓടി. യേശുവിന് സുഗന്ധവർഗ്ഗം പുരട്ടാനായിട്ടാണ് അവർ ഓടിയത്. അപ്പോൾ സുഗന്ധവർഗ്ഗം പുരട്ടി വയ്ക്കുമ്പോൾ പെട്ടെന്ന് ആ ശരീരം കേടുവരത്തില്ല. അപ്പോൾ അങ്ങനെ സുഗന്ധവർഗ്ഗം പുരട്ടാനായിട്ട് അത് രാവിലെ അവിടെ പോയപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ട് പോവുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി 6 കല്ലുരുട്ടി മാറ്റിത്തരും എന്ന്. പക്ഷെ അവിടെ പോയപ്പോഴാണെങ്കിൽ കല്ലുരുട്ടി മാറ്റിയിരുന്നു. അകത്ത് പോയി നോക്കിയപ്പോഴാണെങ്കിൽ അവിടെ യേശുവിൻ്റെ ശരീരം വെച്ചെടുത്ത് കാണുവാനില്ല. അവിടെ ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവർ വിചാരിച്ചു ഇത് ദൈവത്തിൻ്റെ ദൂതന്മാരെന്ന് അവർ വിചാരിച്ചില്ല, ആ തോട്ടത്തിൻ്റെ കാവൽക്കാരനാണ് എന്ന് വിചാരിക്കുകയാണ്. അവർ ചോദിക്കുകയാണ്, നിങ്ങൾ യേശുവിൻ്റെ ശരീരം എവിടെ വെച്ചു? അത് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം, ഞങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോഴവൻ പറഞ്ഞു, നിങ്ങൾ തേടി വന്ന യേശു ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. എന്നിട്ട് 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവിൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറവിൻ എന്ന് പറഞ്ഞു. പ്രിയ ദൈവ മക്കളെ, ഈ യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റും എന്ന് പറഞ്ഞ കാര്യം ഈ ശിഷ്യന്മാരും കൂടെ ഉള്ളവരും പാടെ അങ്ങ് മറന്നുപോയി. കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അധിക ദുഃഖങ്ങളും വേദനകളും വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ കാര്യങ്ങൾ അങ്ങ് മറന്നു പോകും. അപ്പോൾ പറയാണ്, നിങ്ങൾ പോയി പറവിനെന്ന്. അപ്പോൾ പ്രിയ ദൈവവേദന, ഈ യേശുവിൻ്റെ ശരീരം ഇവർ കാണുന്നില്ല, യേശു ഉയർത്തെഴുന്നേറ്റത് കണ്ടില്ല, ഇത് യേശുവിനെയും ഇവർ കണ്ടില്ല. പക്ഷേ ഇവർ ദൂതൻ്റെ വാക്ക് കേട്ടും കൊണ്ട് ഈ സ്ത്രീകൾ ഓടി തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, യേശു ക്രിസ്തു അവിടെ ഇല്ല എന്ന്. പ്രിയ ദൈവവേദന, നാം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുകയാണ്. നമ്മൾ ഒരു ആഴ്ച നാം ദുഃഖഭാരമായിട്ട് ആഘോഷിച്ചു. ദൈവത്തിൻ്റെ പാടുമരണങ്ങളെക്കുറിച്ച്, കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് നാം പഠിച്ചു, എല്ലാം ചെയ്തു. പക്ഷേ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് നമ്മൾ കണ്ടില്ല, ശരിയാണ്. ഈ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് പറയുവാൻ ഈ സ്ത്രീകൾ ഓടിയതുപോലെ ഇന്നും നാം ഉയർപ്പിൻ്റെ ആ ഒരു ആരാധന ആരാധിച്ച നാം ആരോടൊക്കെ യേശുക്രിസ്തു ഇങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നു, നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നമുക്ക് വേണ്ടി മരിച്ച് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ ഉണ്ട്, മരിച്ചാലും അവർ ജീവിക്കും എന്നുള്ള ആ ഒരു സുവിശേഷം, ആ ഒരു സന്തോഷത്തിൻ്റെ വാർത്ത ഇന്ന് ആർക്കൊക്കെ നമുക്ക് പറവാൻ കഴിയും. പ്രിയ ദൈവവേദന, നാം തുടർന്നും ഓരോ ദിവസവും നാം ഉയർപ്പിൻ്റെ ആ ഒരു സന്തോഷം നാം അനുഭവിക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ കഷ്ടപ്പാടുകളും വേദനകളും ഈ ലോകത്തിലേക്ക് മാത്രമുള്ളതാണ്. അത് വരുന്ന ലോകത്ത് നമ്മൾക്കൂടെ വരത്തില്ല. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും സ്വന്തം രക്ഷകനായി ഏറ്റുകൊള്ളുകയും യേശുക്രിസ്തു ഒരു രക്ഷകനാണ്, സർവ്വലോകത്തിനും മനുഷ്യർക്കുമുള്ള ഒരു രക്ഷകനാണ് എന്നും ഏത് പാവിയെയും പാവി എന്ന് ഒരു മനുഷ്യനെയും പുറമെ തള്ളുന്നവനല്ല എന്നും ആ ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു സുവാർത്ത പറയുവാൻ ഞാനും നിങ്ങളും മടി കാണിക്കരുത്. ആ സ്ത്രീകൾ യേശു ഉയർത്തെഴുന്നേറ്റത് കണ്ടില്ല, എങ്കിലും അവർ പോയി യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്. അത് ഒരു ദൂതൻ പറയുന്ന ഒരു വാക്ക് കേട്ടുകൊണ്ട്, പ്രിയ ദൈവവേദന, ആ ഒരു തോട്ടക്കാരൻ എന്ന് അവർ വിചാരിച്ച ആ ഒരു ദൂതൻ പറയുന്ന വാക്കും കേട്ട് ഇവർ പറയുവാൻ ഓടിയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ദൂതന്മാരായിട്ട് അയക്കുന്ന നമ്മുടെ പാസ്റ്റേഴ്സ്, നമ്മുടെ സുവിശേഷകന്മാരെല്ലാം ഉണ്ട്. അവിടെ വാക്ക് നാം ഇന്ന് വിശ്വസിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവവചനം ബൈബിളായിട്ട് നമ്മുടെ കരങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം സത്യ
സത്യമെന്ന് നാം വിശ്വസിക്കുകയാണെങ്കിൽ ആ യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് ഇന്നും ജീവിക്കുക. അവൻ വീണ്ടും നമ്മെ ചേർക്കുവാൻ വരുമെന്ന് നാം പറയാതിരിക്കത്തില്ല. അങ്ങനെ ഒരു നല്ലൊരു സുവിശേഷം പറവാൻ കർത്താവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തിയ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കണ്ടില്ല എങ്കിലും ഒരു ദൂതൻ പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് ആ ഒരു സ്ത്രീകൾ ഓടിപ്പോയി തന്നെ ആ കൂടിയിരുന്നവരോട് പറഞ്ഞതുപോലെ കർത്താവെ, ഇന്ന് കൂടിയിരുന്ന് ഭയത്തോട് വിറയലോട് തങ്ങളുടെ ജീവിതങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാതെ ശിഷ്യന്മാരന്ന് കഥ കടച്ചിരുന്നത് പോലെ കഥ കടച്ച വീട്ടിന് തിരുന്ന് വേഷമത്തോടിരിക്കുന്ന ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, അവർ എണീറ്റ് കർത്താവെ ദൈവത്തിൻ്റെ ആ ഒരു സുവിശേഷം ഉയർത്തെഴുന്നേറ്റ യേശു ഇന്നും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അനേകരോട് പറയുവാനും അനേകരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വരവിലേക്ക് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ വലതുകരം പിടിച്ച് നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.